പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ജോയിനിങ് ആംഗിൾസ്, കോണുകൾ ചേരുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ് അല്ലെ, അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും, റിവിഷൻ ചെയ്യാൻ പറ്റും. ഒരൊറ്റ ചോദ്യത്തില് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ഏതാ ചോദ്യം എന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇതൊരു ചിത്രമാണ് അല്ലെ. ഈ ചിത്രത്തിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ സെറ്റായി. നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ DOC ഈസ് ട്വൈസ് ഓഫ് ആംഗിൾ BOC. ചിത്രത്തില് ആംഗിൾ BOCയുടെ 2 മടങ്ങാണ് ആംഗിൾ DOC. നോക്കാം. ആംഗിൾ BOC എവിടെ, നമ്മുടെ ആംഗിൾ BOC ഇതാണ് നമ്മളുടെ ആംഗിൾ BOC. BOC ഇതാണ് നമ്മളുടെ ആംഗിൾ BOC. ഈ BOC എന്ന് പറയുന്നത് ആംഗിൾ BOCയുടെ 2 മടങ്ങാണ് ആംഗിൾ DOC. ആംഗിൾ DOC ഏതാണ്? ആംഗിൾ DOC നോക്കാലോ. ആംഗിൾ DOC ശരിയായിരിക്കണം. ഓക്കെ, അതായത് BOCയുടെ 2 മടങ്ങാണ് DOC. അപ്പൊ ആംഗിൾ DOC എത്രയായിരിക്കും? ആംഗിൾ DOC ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ BOC എന്ന് പറയുന്നത് 36 ആണ്. 2 ഇൻറ്റു 36 എന്ന് പറയുന്നത് വേറെ ആരുമല്ല, 72 ഡിഗ്രി. അപ്പൊ DOC എത്ര കിട്ടി? 72 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. അപ്പൊ ആംഗിൾ DOCയുടെ മെഷർ എത്രയാണ്? ആംഗിൾ DOC ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് കിട്ടി. 72 ഡിഗ്രി. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ AOE എത്രയാണ്? ആംഗിൾ AOE എവിടെയാടാ? ആംഗിൾ AOE ഇതൊക്കെ നമുക്ക് വായിച്ചു കളയാം കേട്ടോ. ഇതൊക്കെ നമുക്ക് വായിച്ചു കളയാം മൊത്തം. ഓക്കെ, ആംഗിൾ AOEന്റെ അടുത്ത് പോയാൽ നമുക്ക്. ആംഗിൾ AOE എവിടെ? ആംഗിൾ AOE ഇയാൾ എത്രയാണ് എന്നാണ് ചോദ്യം. ആംഗിൾ AOE എത്രയാണ് അല്ലെ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOE? നിങ്ങൾക്കറിയാം ആംഗിൾ AOE എന്ന് പറയുന്നത് ഈ A നേരെ നീട്ടി വരയ്ക്കുക, ഇത് നേരെ നീട്ടി വരയ്ക്കുക. ഇതല്ലേ ആംഗിൾ AOEയുടെ ഓപ്പോസിറ്റ് ആംഗിൾ. അതായത് നമുക്ക് ഇവിടെ എഴുതാം ആംഗിൾ AOE is equal to ആംഗിൾ BOD. എന്തുകൊണ്ട്? AOEയും BODയും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ. എതിർ കോണുകൾ തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 വര അല്ലെ, 2 ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന എതിർ കോണുകൾ തുല്യമാണ് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ വര, ഇത് രണ്ടാമത്തെ വര. ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇത് ഈക്വൽ ടു എന്ത്? ഇത് ഈക്വൽ ആണ് നമുക്ക് പറയാം. എത്രയാണ് ആംഗിൾ BOD? എത്രയാ നോക്കിയേ. BOD is equal to 36 plus 72 അല്ലേ. BOD എന്ന് പറയുന്നത് 36ഉം 72ഉം കൂട്ടിയാൽ മതി. എത്ര വരും? 36ഉം 72ഉം കൂട്ടിയാൽ 8, 7 3 10, 108 ഡിഗ്രി. അപ്പൊ AOE എത്രയാണ്? 108 ഡിഗ്രി. 108 ഡിഗ്രി. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. എതിർകോണുകളുടെ സം എന്ന് പറച്ച എതിർകോണുകൾ ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. 2 ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ, 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന എതിർകോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു. അടുത്തത് AODയുടെ അളവ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ AOD. എവിടെടാ നമ്മുടെ AOD? ഓക്കെ, AODനെ തപ്പി പോവാണ് ഞാൻ. AODനെ തപ്പി പോകുന്നു. AOD ഇതാണ് നമ്മളുടെ ആംഗിൾ AOD. ഇത് എത്രയാണ്? നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ലൈൻ ഉണ്ടാക്കുന്ന മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? 180 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ AOD പ്ലസ് ആംഗിൾ DOC പ്ലസ് ആംഗിൾ BOC എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. 3 ആംഗിൾസ് അല്ലെ. ഇവിടെയുള്ള ഈ 2 ആംഗിൾസ് കൂട്ടിയാൽ എത്രയാ വരിക? 180 എന്നാണ് വരിക. അതായത് ഈ 3 ആംഗിൾസും കൂട്ടിയാൽ എത്ര വരണം? 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD എത്രയായിരിക്കും? 180 മൈനസ് ഇവരുടെ 2 സം എന്ന് പറഞ്ഞാൽ 108 ആണ്. അത് ചെയ്താൽ നമുക്ക് എത്ര വരും? 72 എന്ന് വരും. 72. AODയുടെ അളവ് എത്രയാണ്? 72 ഡിഗ്രി. റെഡി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ ഏതെങ്കിലും 2 രേഖീയ ജോഡികളുടെ പേര് എഴുതുക. രേഖീയ ജോഡി അല്ലെങ്കിൽ
ലീനിയർ പെയർ. ചിത്രത്തിലെ 2 ലീനിയർ പെയർ ഏതൊക്കെയാണ്? 2 ലീനിയർ പെയർ. ഒന്നാമത്തെ ലീനിയർ പെയർ കളർ മാറ്റണം. ഒന്നാമത്തെ ലീനിയർ പെയർ എന്ന് പറയുന്നത് AODയും ആൻഡ് BOD. രണ്ടാമത്തെ ലീനിയർ പെയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, AOEയും പിന്നെയോ BOE. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കാം. ഒരുപാട് രേഖീയ ജോഡികൾ ഇതിൻ്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ രേഖീയ ജോഡി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വേഗം തന്നെ മിസ് പറയാം. രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ മോനെ ഇങ്ങനെ ഒരു വര ഉണ്ടാകും, അതേപോലെ ഇങ്ങനെ ഒരു വര ഉണ്ടാകും. ഈ വര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല, എങ്ങനെ വേണേലും വരാം. ഇങ്ങനെ ഉണ്ടാകുന്ന 2 കോണുകൾ, ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. ഇങ്ങനെയുള്ള കോണുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? അപ്പൊ ഈ ഒറ്റ ചോദ്യത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. അടിപൊളിയാണ്. അപ്പൊ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുമ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാപ്റ്റർ പഠിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം പഠിച്ചതോടെ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആവും. Okay, so thank you dears, thank you so much, have a great day, bye bye.